പച്ചപ്പ് നിറഞ്ഞ ആ കൊച്ചു ഗ്രാമത്തിന്റെ പ്രഭാതങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പച്ചപ്പരവതാനി വിരിച്ച പാടങ്ങളും തലയുയർത്തി നിൽക്കുന്ന തെങ്ങുകളും അതിനിടയിലൂടെ ഒഴുകുന്ന ചെറിയ തോടും ആ നാടിനെ ശാന്തമാക്കി നിർത്തി. ആ ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും ഇഷാനിയെ വലിയ കാര്യമായിരുന്നു. വെറുമൊരു സ്നേഹം മാത്രമായിരുന്നില്ല അത്, ആ നാടിൻ്റെ അഭിമാനമായിരുന്നു അവൾ. 10ാം ക്ലാസ്സിലും +2വിലും എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് വാങ്ങി. വലിയ പത്രാസുകളൊന്നുമില്ലാതെ വഴിയിൽ കാണുന്ന മുതിർന്നവരോടൊക്കെ വിനയത്തോടെ ചിരിച്ച് സംസാരിക്കുന്ന നല്ലൊരു പെൺകുട്ടി. അവളുടെ അച്ഛൻ മാധവനും അമ്മ ശാരദയും അനിയത്തി കുഞ്ഞുമോളും അടങ്ങുന്നതായിരുന്നു അവളുടെ കൊച്ചു ലോകം. വലിയ സാമ്പത്തിക ഭദ്രതയൊന്നുമില്ലെങ്കിലും സന്തോഷത്തിന് അവിടെ ഒരു കുറവുണ്ടായിരുന്നില്ല. ഇഷാനിക്ക് 18 വയസ്സ് തികഞ്ഞ ആ വർഷം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒരു ഞായറാഴ്ചയായിരുന്നു അത്. കുടുംബസമേതം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി മടങ്ങി വരികയായിരുന്നു അവർ. ഇഷാനി കോളേജിലെ ഒരു പ്രൊജക്റ്റ് ആവശ്യത്തിനായി വീട്ടിൽ തന്നെ നിന്നു. എന്നാൽ വൈകുന്നേരമായിട്ടും അവർ തിരിച്ചെത്തിയില്ല. പകരം അവളെ തേടിയെത്തിയത് കരടലിയിക്കുന്ന ആ വാർത്തയായിരുന്നു. അവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് നിയന്ത്രണം വിട്ടൊരു ലോറി ഇടിച്ചു കയറി. ഒരു ദാരുണമായ റോഡപകടത്തിൽ അവളുടെ അച്ഛനും അമ്മയും കുഞ്ഞനുജത്തിയും ഒന്നിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ നിമിഷം കൊണ്ട് ഈശാനിയുടെ ലോകം ഇരുളടഞ്ഞു. ചിതറിയ മൃതദേഹങ്ങൾക്ക് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞു തളർന്നവളെ താങ്ങാൻ ആ നാട്ടുകാർ ഒപ്പമുണ്ടായിരുന്നു. തനിച്ചായി പോയ ഈശാനിക്ക് ആകെ കൂട്ടായി അവശേഷിച്ചത് ദേവകി മുത്തശ്ശി മാത്രമായിരുന്നു. ആ വൃദ്ധയുടെ കണ്ണീരും ഈശാനിയുടെ തകർന്ന ഹൃദയവും ആ വീടിനെ ഒരു ശ്മശാനം പോലെയാക്കി. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ തളർന്നു പോയെങ്കിലും ജീവിക്കാൻ വേണ്ടി അവൾ പോരാടാൻ തീരുമാനിച്ചു. കരഞ്ഞിരുന്നാൽ ജീവിതം മുന്നോട്ടു പോകില്ലെന്ന് അവൾക്ക് മനസ്സിലായി. നാട്ടിലെ ഒരു വലിയ ധനികനായ ശേഖരം മുതലാളിയുടെ വീട്ടിൽ അടുക്കളപ്പണിക്ക് പോയാണ് അവൾ വീട്ടു ചെലവുകളും മുത്തശ്ശിയുടെ മാറാരോഗത്തിനുള്ള മരുന്നിനുള്ള പണവും സ്വന്തം ഡിഗ്രി പഠനത്തിനുള്ള ഫീസും കണ്ടെത്തിയത്. പുലർച്ചെ എഴുന്നേറ്റ് വീട്ടിലെ പണികൾ തീർത്ത് ശേഖരം മുതലാളിയുടെ വീട്ടിലെ കഠിനമായ അടുക്കളപ്പണിയും കഴിഞ്ഞ് അവൾ കോളേജിലേക്ക് ഓടും. നാട്ടുകാരുടെ സ്നേഹവും ചെറിയ സഹായങ്ങളും അവൾക്ക് എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. വഴിയിൽ കാണുമ്പോൾ ചിലർ ചോദിക്കും, മോളെ ഇഷാനി, ശരീരം നോക്കണം കേട്ടോ, ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വിഷമമുണ്ട്. അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ അതൊക്കെ കേട്ടു നിൽക്കും. എന്നാൽ ഇതേ നാട്ടിൽ അവൾക്ക് മറ്റൊരു ശാപമുണ്ടായിരുന്നു. അവളുടെ അമ്മയുടെ സ്വന്തം സഹോദരൻ വിശ്വനാഥൻ. ഒരു കാലത്ത് ഇഷാനിയെയും അനിയത്തിയെയും ഒത്തിരി സ്നേഹിച്ചിരുന്ന മാമനായിരുന്നു അയാൾ. ഇഷാനിയുടെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ എന്താവശ്യത്തിനും ഓടിയെത്തിയിരുന്നു. പെങ്ങളും മളിയനും മരിച്ചതോടെ പൂർണ്ണമായും മാറിപ്പോയി. ഇഷാനിയും മുത്തശ്ശിയും തന്നെ തലയിലാകുമോ, അവരെ സംരക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയം കാരണം അയാൾ അവരെ തിരിഞ്ഞു നോക്കാതെയായി. വഴിയിൽ വെച്ച് കണ്ടാൽ പോലും കാണാത്ത ഭാവത്തിൽ മുഖം തിരിച്ചു നടന്നു. സ്വാഭിമാനമുള്ള ഈശാനിയും മുത്തശ്ശിയും ഒന്നിനും അയാളുടെ മുന്നിൽ കൈനീട്ടാൻ പോയതുമില്ല. ആരുടെ മുന്നിലും തല കുനിക്കരുത് മോളെ, മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു. വിശ്വനാഥന് 2 മക്കളായിരുന്നു. മകൾ അഞ്ജലി ഇഷാനിയേക്കാൾ ചെറുതും മകൻ മനു അവളേക്കാൾ 5 വയസ്സ് മൂത്തതുമായിരുന്നു. ചെറുപ്പത്തിൽ ഇഷായുടെ മാതാപിതാക്കൾ മക്കളെ കണ്ണിൽ എണ്ണയൊഴിച്ച് വളർത്തിയപ്പോൾ കൂട്ടത്തിൽ വന്ന ഈ 2 കുട്ടികളെയും അവർക്ക് ജീവനായിരുന്നു. മനുവിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാധവൻ അത് സാധിച്ചു കൊടുക്കുമായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ മനുഷ്യരും മാറി. ഇഷാനി വളർന്ന് വലിയൊരു പെൺകുട്ടിയായപ്പോൾ മുതൽ മനുവിൻ്റെ നോട്ടം ശരിയല്ലായിരുന്നു. ഇഷാനിയുടെ സൗന്ദര്യവും അവളുടെ നിഷ്കളങ്കതയും അവനിൽ കറുത്ത ചിന്തകളാണ് ഉണ്ടാക്കിയത്. മാതാപിതാക്കളുടെ മരണശേഷം അവൾ പൂർണ്ണമായും അനാഥയായതോടെ തക്കം കിട്ടുമ്പോഴൊക്കെ അവളെ വഴിയിൽ വെച്ച് ശല്യം ചെയ്യാനും കയ്യിൽ കയറി പിടിക്കാനും അവൻ ശ്രമിച്ചു. നാട്ടിലെ ചില തെറ്റായ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് കഞ്ചാവിനും മദ്യത്തിനും അടിമയായിരുന്നു മനു.
അവൾ വീട്ടിലിരിക്കുമ്പോൾ പലപ്പോഴും ജനലിലൂടെയും വേലിക്കെട്ടിലൂടെയും അവൻ ഒളിഞ്ഞു നോക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഒരു കാവൽ മാലാഖയെ പോലെ ദേവകി മുത്തശ്ശിയാണ് അവളെ രക്ഷിച്ചിരുന്നത്. തളർന്ന ശരീരമാണെങ്കിലും വിറയ്ക്കുന്ന ശബ്ദത്തിൽ മുത്തശ്ശി അവനെ ചീത്ത വിളിക്കും. എടാ മനു, നിനക്ക് പെങ്ങളും അമ്മയ്ക്കും ഉള്ളതല്ലേടാ. എൻ്റെ കുട്ടിയുടെ നേരെ നീ വെച്ചു നീട്ടുന്ന കയ്യ് ഞാൻ തല്ലി ഓടിക്കും. മുത്തശ്ശിയുടെ ആ ശകാരം കേൾക്കുമ്പോൾ അവൻ പല്ലിറുമിക്കൊണ്ട് അവിടെ നിന്ന് മാറും. പ്രായം തളർത്തിയ ശരീരവുമായി മുത്തശ്ശി എപ്പോഴും ഇഷാനിയോട് വളരെ ആശങ്കയോടെ പറയുമായിരുന്നു, എൻ്റെ പൊന്നുമോള് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ അവൻ നിന്നെ ഇല്ലാതാക്കും. എനിക്ക് നിന്നെ എപ്പോഴും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എൻ്റെ ആയുസ് എപ്പോഴാ തീരുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ വയ്യാത്ത മുത്തശ്ശിയെ തനിച്ചാക്കി എങ്ങോട്ടും പോകാൻ ഇഷാന്റെ മനസ്സ് അനുവദിച്ചില്ല. അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. കഷ്ടപ്പാടുകൾക്കും കണ്ണീരിനുമിടയിലും അവൾ കഠിനമായി പഠിച്ച് ഡിഗ്രി പഠനം പൂർത്തിയാക്കി. നല്ല മാർക്കോടെ തന്നെ അവൾ പാസ്സായി. എന്നാൽ ആ സന്തോഷം ആസ്വദിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും മുത്തശ്ശിയുടെ ആരോഗ്യം പാടെ ക്ഷയിച്ചിരുന്നു. പൂർണ്ണമായും കിടപ്പിലായ മുത്തശ്ശിയെ നോക്കേണ്ട ചുമതല കൂടി ആയതോടെ ഇഷാന് ശരിക്കും ഒറ്റപ്പെട്ടു. ഒരു വശത്ത് ദാരിദ്ര്യം, മറുവശത്ത് മുത്തശ്ശിയുടെ രോഗം, അതിലുപരി മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മനു എന്ന കാമഭ്രാന്തന്റെ നിഴൽ. ഈ അവസ്ഥയിലാണ് ഇഷാനി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ആ രാത്രിയെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുന്നത്. അപ്പം നമ്മൾ പുതിയ സ്റ്റോറി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടാണിത് കേട്ടോ. വലിയ ലെങ്ത്തൊന്നും ഇല്ലാത്ത ചെറിയൊരു സ്റ്റോറിയാണിത്. ആകെ 10 പാർട്ട് അടങ്ങുന്ന കുഞ്ഞൊരു സ്റ്റോറി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.